ഇത് നമുക്ക് 90 റുപ്യ കൊടുക്കാം. 90 റുപ്യക്ക് 5 കൊല്ലം പേപ്പർ അടക്കം 31 പേപ്പറിലെ വണ്ടി 90,000 റുപ്യ കൊടുക്കാം. ഇത് ഫൈനലി നമുക്ക് 4,20,000 റുപ്യ കൊടുക്കാം. 4,20,000 റുപ്യക്ക് എക്സ്പ്രസ് കൊടുക്കാൻ മാരുതിന്റെ 13,000 ഓടിയിട്ടുള്ളൂ. ഒരു 4 ലക്ഷം റുപ്യ ലോങ് കയറും. വേറെ 20,000 മുടക്കിൽ എക്സ്പ്രസ് കൊടുക്കാം. വണ്ടി പുതിയ പേപ്പർ 2031 പേപ്പറാണ്. ഇത് നമുക്ക് ഒരു 1.25 റുപ്യ കൊടുക്കാം. ഒന്നും ചോദിച്ചത് പിന്നെ 1.25 ലക്ഷം റുപ്യക്ക് 5 കൊല്ലം പേപ്പറിലുണ്ട്. 31 പേപ്പറിലാണ് ഫോർഡ് ഫിഗോ ബ്ലാക്ക്. നമുക്ക് 2.60 കൊടുക്കാം. 2,60,000 റുപ്യക്ക് ടാക്സിന്റെ റെഡി ഓട്ടോമാറ്റിക് കൊടുക്കും. ഓട്ടോമാറ്റിക് 2.5 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. വെറും 16 റുപ്യക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം. 1.5 റുപ്യ കൊടുക്കാം. 1.5 ലക്ഷം റുപ്യക്ക് ഐറ്റം ഗ്രാൻഡ് കൊടുക്കാം. പതി മോഡല് 12 മോഡല് നമുക്ക് 1.18 കൊടുക്കാം. 1,18,000 റുപ്യക്ക് ഫോർഡ് ഫിഗോ ഗ്രാപ്പിൾ കൊടുക്കല്ലേ. അതെ, നമുക്ക് 1.85 1.80 ലോൺ ഇട്ട് കൊടുക്കാം. 1,85,000 ആകെ ചോദിക്കുന്നുള്ളൂ. നല്ല പ്രൊഫൈലിലുള്ള ആൾക്കാർ 2 ലക്ഷം ലോൺ കയറും. ബാക്കി 15,000 കയ്യിൽ. അത് ക്യാഷ് പേസ് ഒക്കെ വെക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും കക്കാടുള്ള ഹീറോ കാസ്റ്റിലെ വീണ്ടെത്തിക്കണ്ടേ. നമ്മള് കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഒരു 10-20ഓളം വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് പ്ലേറ്റിലൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. നമ്മളെ ഉള്ളത് ഹീറോ സലാമൊക്കെയാണ് അല്ലേ. പഴയ ഹീറോ നമ്മൾ ലൊക്കേഷൻ കക്കാട്, ചമ്മാട്, തിരുവരങ്ങാടി അടുത്താണ്. കോട്ടയ്ക്ക് 6 കിലോമീറ്റർ ആണ്. ചമ്മാട് ഇവിടുന്ന് 3 കിലോമീറ്റർ. അതിന്റെ സെന്റർ കക്കാട്. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ അതന്നെ. മലപ്പുറം ജില്ലയിലാണ്. അതെ, ഒരു പേടിയും പിടിക്കണ്ട. നമ്മൾ ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മൾ വിട്ടുവരും. വിളിച്ചാൽ മതി. നമ്മളോട് ഇനി കക്കാട് വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ വണ്ടിയായിട്ട് പോയി എടുത്തിട്ട് വരും. അവിടെ കൊണ്ടിറക്കും ചെയ്യും. കയറ്റി കൊടുക്കും. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. ഉള്ളത് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ അറിയാതെ പോയാലും നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ ഓഫർ വിലക്കാണ് വണ്ടികൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടികൾ 40,000 മുതൽ 10 ലക്ഷം വരെയുള്ള ഈ ബെൻസ് വരെ ഇവിടെ ഉണ്ട്. 10 വയസ്സ് നമുക്ക് NOC കൊടുക്കുന്നത്. അതെ, അതേപോലെ പോളോലൊക്കെ 2.5 ലക്ഷം റുപ്യ, ഇന്നോളൊക്കെ ചെറിയ മുടക്കിൽ 50,000 ലക്ഷം മുടക്കിൽ ഫുള്ളോൾ കുറെ വണ്ടികളുണ്ട്. ഏത് വണ്ടി വന്നോളി, വിളിച്ചോളി. ഇനി എക്സ്ചേഞ്ച് വണ്ടികളുണ്ടോ? എക്സ്ചേഞ്ച് ഉണ്ട്. അവരെ വണ്ടി എടുക്കും. നമ്മള് നല്ല വണ്ടി വേറെ കൊടുക്കും. എല്ലാം ചെയ്ത് ഈ ഓഫർ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓഫറിൽ എക്സ്ചേഞ്ച് നമുക്ക് ഇന്നലെ ഓപ്പൺ ആയിട്ടുള്ളൂ. അതെ അതെ, ആവശ്യം പറ്റല്ലേ. അപ്പൊ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണുക മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജും കൂടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല സലാമക്ക, നമ്മളെ ഷോപ്പില് രണ്ടാമത്തെ എപ്പിസോഡ് നല്ല അടിപൊളി ഐറ്റം വന്നാൽ തുടങ്ങാം അല്ലെ. ഗ്രാൻഡ് ഐറ്റം. അതെ, ഗ്രാൻഡ് ഐറ്റം. ഞങ്ങളുടെ മോളുണ്ട്. ഇത് 2012 മോളാണ്. 12 മോളുണ്ട്. ഇത് ഓപ്ഷൻ മേഘന. ചെറിയ ഫാമിലിക്ക് ചെറിയ ക്യൂട്ട് ഉണ്ട് അല്ലേ. അതെ അതെ, മറ്റേ കാപ്പ ഇഞ്ചൻ വരുന്ന കേട്ടോ. 1.2 ആണ്. 1200 cc വരുന്നല്ലേ. കാപ്പ ഇഞ്ചൻ വരുന്നുണ്ട് അല്ലേ. അതെ അതെ അതെ. 4 പുത്തൻ ടയർ ഉണ്ട്. കടുപ്പത്തൻ ടയർ 4 റീപ്ലേസ് ചെയ്യാം. ഇല്ല. എത്ര ഓടിക്കണെന്നാലേ ഓട്ടം നമ്മള് കാണിച്ചു തരാം. നോക്കാം. 60,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലല്ലേ. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണല്ലേ. അതെ അതെ, എല്ലാം കൊണ്ടും വൃത്തിലുണ്ട്. ആയിക്കോട്ടെ. അതെ, അങ്ങനൊക്കെയാണ്. എത്ര ഐറ്റം ഗ്രാൻഡ് നമ്മൾ 1.5 റുപ്യ കൊടുക്കാം. 1.5 ലക്ഷം റുപ്യക്ക് ഐറ്റം ഗ്രാൻഡ് കൊടുക്കാം. പതി മോഡല് 12 മോഡല് 1.5 ലക്ഷം റുപ്യ. 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. അതും ചെറിയ ക്യൂട്ട് വണ്ടി, ചെറിയ ഫാമിലി കറ്റ് അടിപൊളി വണ്ടി. പെട്രോൾ ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടോ? മൈലേജിലെ കാപ്പയാണ്. ഒരു 10-12 മൈലേജ് കിട്ടുമല്ലോ. അതെ, അതേ മാർഗം ഒരു വാഗണർ ആണല്ലോ. ഇത് വാഗണർ സിംഗിൾ ഓണർ ആയിരുന്നു, സെക്കൻഡ് ഓണർ ആയിപ്പോ നിങ്ങളെ പേർക്ക് മാറി. മോഡൽ പറഞ്ഞാണ്. മോഡൽ 2006 മോഡൽ KL 41 ടാക്സ്. പേപ്പർ ഫുൾ പേപ്പർ ക്ലിയറിലുണ്ട്. അപ്പൊ 31 ശേഷം നോക്കിയാ കമ്പനി പെയിന്റ് ആട്ടാ. ടച്ചപ്പ് കയറിയിരിക്കുന്നത് 2 ബമ്പർമേലാണ് മാത്രം കയറിയിട്ടുള്ളൂ. കമ്പനി പെയിന്റ് അല്ലേ. ഇതുവരെ ഉള്ളത് ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ടായിരുന്നു. 75,000 രൂപ IDB ഇൻഷൂർ അന്ന് മുതൽ എടുത്തു വന്നതാണ് ആള്. മാഷ് ഇപ്പൊ ഇനിയിപ്പോ ഇൻഷൂർ അടുത്ത മാസം തീരാണ്. തേർഡ് പാർട്ടേക്കാരെ വരും. വണ്ടി ഭയങ്കര ഇതാണ്. നല്ല വൃത്തി. നല്ല വൃത്തി തന്നെ. ഒരു പുതുമണ്ടി ഒരു പുത്തൻ വണ്ടി അങ്ങനെ ഉപയോഗിക്കും. അതേമാതിരി വിടാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ ഉപയോഗിച്ച വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഇപ്പൊ സെക്കൻഡ് ആയില്ലേ. അതെ, നല്ല പുതുമുള്ള വണ്ടിയാണ്. ടയറൊക്കെ പിന്നെ ഇതിന്റെ അടിയൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ ഇതല്ലേ. സംഭവങ്ങളൊന്നും ഇല്ലല്ലേ. തുരുമ്പും കാര്യം അങ്ങനത്തെ വിഷയങ്ങളൊന്നും.
ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് പറയുമ്പോ പ്രായം എത്ര LX ഉപയോഗിക്കുന്നത് ടയറ് കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ഉണ്ടല്ലേ പേപ്പർ 34 പേപ്പർ ഉണ്ട് ഓട്ടം പറയാൻ പറ്റൂലല്ലോ ഓട്ടോ ഓട്ടോ പറയാലോ ഓട്ടോ ചെറിയ ഓട്ടോ ഉള്ളൂ ഒന്നും ചെല്ലോ 60 എന്തോ കണ്ടീനിരുന്നേ 65 അല്ലല്ല 1 ലക്ഷത്തിന് അടുത്തുണ്ട് 1 ലക്ഷത്തിനടുത്ത് ഓടിക്കണോ സെക്കൻഡ് ഓണർഷിപ്പിലെ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കൊടുക്കുന്നാല് ഇത് നമുക്ക് 90 റുപ്യ കൊടുക്കാം 90,000 റുപ്യക്ക് 5 കൊല്ലം പേപ്പർ അടക്കം 31 പേപ്പറിലെ വണ്ടി 90,000 റുപ്യ കൊടുക്കാം കുറക്കണ്ടാവില്ല എന്തെങ്കിലും ഒരു ചെറിയ മയത്തിൽ നമ്മൾ കുറച്ച് കൊടുക്കും മറിച്ച് കൊടുക്കാം അല്ലെ റെഡി ആയിക്ക് വണ്ടി ഇറക്കാം 10-15 മൈലേജ് കിട്ടും പിന്നെ 15 ആ ലെവൽ മൈലേജ് കിട്ടും അതേമാർക്ക് ഗോൾഡ് ടാറ്റന്റെ ഇത് 2018 ടിയാഗോ ഡീസൽ 18 മോളിൽ ടിയാഗോ ആണ് സ്വർണ്ണം പൂശുണ്ട് ഒക്കെ 4 മല കളിയില്ല 42 40 18 മോഡൽ ടിയാഗോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ ചെറിയൊരു വൃത്തിയാക്കൽ ടച്ച് ചെയ്യാൻ അതൊക്കെ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കുള്ളൂ ഒക്കെ ക്ലിയർ ആക്കി എത്ര ഓടിക്കണ ഓടിക്കണത് 90 ഓടിക്കണ സംശയം 90 ലെവലിൽ ഓടിക്കണല്ലേ സെക്കൻഡ് ചാവി ഉണ്ട് ഇതിന് സെക്കൻഡ് ചാവി ഉണ്ട് സെക്കൻഡ് ചാവി 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അല്ലേ അതെ 90 അല്ല 130 ഓടിക്കണം 130 ഓടിക്കണം അല്ലേ 130 അലവിയില് ഗുലവിയില് അലവിലൊന്നും ഇല്ല വിൻഡോ ഉണ്ട് വിൻഡോ ഒക്കെ ഉണ്ട് വിൻഡോ കാര്യങ്ങളൊക്കെ പിന്നെ LCD ഉണ്ട് LCD റിവേഴ്സ് ക്യാമറ അതുണ്ടോ അതുണ്ട് ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് എത്ര ആയിക്കണ ഇത് നമുക്ക് 2.25 കൊടുക്കാം 2.25 ലക്ഷം രൂപയ്ക്ക് 2018 ടിയാഗോ 18 മോളിൽ 2.25 അത് കൊടുക്കാം ഓഫറുകളൊക്കെ അടിച്ചാണ് അതെ ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ആണ് പൈസ മുടക്കും വേണ്ടല്ല ആവശ്യക്കാര് വന്നാൽ മാത്രം മതി ഒക്കെ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാണ്ട് വന്നോണ്ടൊന്നും ചെയ്തിട്ടില്ല അതെ വന്നൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കും ക്ലിയർ ആക്കിയിട്ട് 4 ടയറൊക്കെ മാറ്റിട്ട് കൊടുക്കും എന്നാണ് ആ റേറ്റ് നമ്മൾ പറയുന്നത് അതെ 10-18 ലെവലിൽ മൈലേജ് കിട്ടില്ലേ 20 മൈലേജ് കിട്ടുന്നതല്ലേ എന്താ കിട്ടുന്നത് വരുന്ന മൾട്ടിജെറ്റ് ഇഞ്ചിനാണ് വരുന്നത് അപ്പൊ മൈലേജ് ഉണ്ടല്ലോ സ്വിഫ്റ്റിനൊക്കെ വരുന്ന ഇഞ്ചിൻ അതെ അപ്പൊ നല്ല മൈലേജിലുണ്ടല്ലേ അതേമാതിരി ഫോർഡ് ഫിഗോ ഉണ്ടല്ലോ ഇത് 2012 മോളില് ഫോർഡ് ഫിഗോ ബ്ലൂ കളർ ആണല്ലേ അല്ല ബ്ലൂ അല്ല ഇത് ഗ്രേ അല്ലേ ഗ്രേ അല്ല ഗ്രേ കളർ ഗ്രേ ബ്ലൂ എന്ന് പറഞ്ഞോളാം ഗ്രേ ബ്ലൂ രണ്ടും ആയിക്കോട്ടെ ഏത് മോളില് 2012 മോളില് എത്ര ഓടിക്കണമെന്നല്ലേ സെക്കൻഡ് ഓണർ ആണ് പിന്നെ ഓട്ടം 1.20 ഓടിക്കുന്നുണ്ട് 1.20 ലെവൽ ഓടിക്കുന്നുണ്ട് 1.20 ഓടിക്കുന്നു 1.20 സംതിങ് ഓടിക്കുന്നുണ്ടല്ലേ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് തേർഡ് നിലവിലെ തേർഡാണല്ലേ അതെ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല വണ്ടിയാണ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ മാഞ്ഞാളങ്ങൾ ഒരു പരിപാടി സാധനമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമുക്ക് 1.18 കൊടുക്കാം 1,18,000 രൂപയ്ക്ക് ഫോർഡ് ഫിഗോ ഗ്രേപ്ലൂ കൊടുക്കല്ലേ അതെ KL 34 30 93 40 നമ്പർ ഡീസലാണ് എന്തായാലും മൈലേജ് ഉണ്ടാവില്ല മൈലേജ് ഉണ്ട് പറഞ്ഞു ചെയ്യാം അതെ അതേമാതിരി തന്നെ ഫുൾ ബ്ലാക്ക് ഫോർഡ് ഫിഗോ ഉള്ളു ഇത് 2031 വരെ പേപ്പറുള്ള 11 വണ്ടി 11-31 പേപ്പറുള്ള വണ്ടി എറണാകുളം രജിസ്ട്രേഷൻ ഇപ്പൊ റിന്യൂവൽ കഴിഞ്ഞിട്ടുള്ളൂ RC സൈറ്റ് കയറിയിട്ടില്ല നാളാഴ്ചയൊക്കെ കയറും RC കയറുമല്ലോ എത്ര നാ ഓടിക്കണം ഇത് ഓടിക്കണം അതേമാതിരി 1.20 ഓടിക്കുന്നത് ആ ലെവൽ ഓടിക്കണം അതെ ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് 3 നിലവില് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യം പറഞ്ഞു കൊടുക്കാം അതെ അടിപൊളി സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ തുറന്നില്ലേ ഇല്ല ഓട്ടം 1.40 ആ സംതിങ് ഓടിക്കട്ടെ നല്ല വണ്ടിയാണ് അടിപൊളി സീറ്റ് കാര്യങ്ങള് അതൊക്കെ ചാവി ഉണ്ടല്ലേ അത് എന്റെ വേറെ വണ്ടി ചാവി ഞാൻ ഇന്നലെ കൊണ്ടുവരുന്നു അതാണല്ലേ എങ്ങനെ നമ്മൾ കൊടുക്കാം നമുക്ക് വൃത്തിയുള്ള വണ്ടി പുതിയ പേപ്പർ 2031 വരെ പേപ്പറാണ് അതാണ് ഇത് നമുക്ക് ഒരു 1.25 റുപ്യ കൊടുക്കാം ഒന്നും ചോദിച്ചത് പിന്നെ 1.25 ലക്ഷം രൂപയ്ക്ക് പേപ്പറിലുണ്ട് 31 പേപ്പറിലുള്ള ഫിഗോ ബ്ലാക്ക് എഡിഷൻ വണ്ടി അത് 1.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും എണ്ണ അടിച്ചാൽ കായ് വാങ്ങി കൊടുക്കാം അത് ഇനിയിപ്പോ എങ്ങനെ നോക്കാം നമ്മൾ ഓപ്പൺ ഒക്കെ ചെയ്തല്ലേ പുതിയ കടല്ലേ അതിനനുസരിച്ച് ചെയ്യാലോ ഡീസലാണോ അത്യാവശ്യം മൈലേജ് ഉണ്ടോ ആവശ്യക്കാര് പറ്റില്ല അടുത്ത വണ്ടി ഡാക്സിന്റെ റെഡിഗോ 2018 വണ്ടിയാട്ടത് സിംഗിൾ ഓണർ വണ്ടിയാണ് 18 മോളില് സിംഗിൾ ഓണർഷിപ്പ് 90 ഓടിയിട്ടുള്ളൂ 90,000 ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് നിസാൻ ഷോറൂമിൽ ഒരു ജോലിക്കാരന്റെ വണ്ടിയാണ് അയാൾ അവിടുന്ന് ഇറക്കിയ വണ്ടിയാണ്
അതെ, അയാൾ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അയാൾ കമ്പനിയിൽ നിന്ന് ചെയ്യുന്നത്. ഒരു ഒച്ചപ്പാട് കാര്യങ്ങളും ഒരു പരിപാടി ഇല്ലല്ലേ? ഭയങ്കര ഞങ്ങൾ കൊണ്ടുവരുമ്പോ തന്നെ പുതിയ വണ്ടി ഫീൽ. കാരണം അവർക്ക് ചെയ്തൂടെ, അവര് കമ്പനിയിൽ സ്റ്റാഫല്ലേ. ഞാൻ തുറന്നുതരാം. കമ്പനി സീറ്റ് കാര്യങ്ങള് ഒക്കെ വരുന്നുണ്ടല്ലേ? അതെ അതെ. എത്ര ഓടിക്കണത്? ഓട്ടം 90 ഇതൊക്കെ ചെയ്യേ. ഓ, ഏതല്ലേ ഷോറൂം ഇറങ്ങുന്ന കണ്ടീഷൻ ആര് കാറ്റിലുണ്ട് അല്ലേ? ഒറ്റക്ക് മാത്രമേ പോലുള്ളൂ. ടയറ് കാര്യങ്ങൾ അതുണ്ടല്ലോ അല്ലേ? ഇതൊന്നും മുടക്കാതെ കൊണ്ടുപോകട്ടെ, ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പൈസ മുടക്കണ്ട, വെറുതെ പോലെ കൊടുക്കലേ? അതെ അതെ. സിംഗിൾ ഓണർഷിപ്പിലെ? അതെ. 18 മോഡൽ ഇട്ടത്. 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിക്കണ്ടേ? 90,000 ഓടിക്കണ്ട്. റീപ്ലേസ് ഇല്ലാത്ത? റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. എത്ര ഓടിക്കണ്ട് ഇത്? നമുക്ക് 1,85,000 1,85 ലോൺ ഇട്ടു കൊടുക്കാം. 1,85,000 ആകെ ചോദിക്കുന്നുള്ളൂ. നല്ല പ്രൊഫൈലിലുള്ള ആൾക്കാർ 2 ലക്ഷം ലോൺ കയറും. ബാക്കി 15,000 രൂപ കയ്യിൽ. അത് ക്യാഷ് ബാക്ക് അടവിനുള്ള കായ് അങ്ങനെ കൊടുക്കാം. ചാടിച്ചുള്ള കായ് ഒക്കെ കൊടുക്കാം. 10 പോയിന്റ് മൈലേജ് കിട്ടില്ലേ? 17 പോയിന്റ് എങ്ങനെയാലും കിട്ടും. അതേമാതിരി ടാക്സിന്റെ റെഡി ആണല്ലോ. ഇത് റെഡി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് റെഡി ആണല്ലേ? ഇത് 2017 മോളിൽ KL 71 ആണല്ലേ? ഇതോ ഫുൾ ഓപ്ഷൻ ആയിക്കല്ലേ? ഫുള്ള് ഇത് അലവിലെ 17 18 ആണ്. 18 മോളിലാണ്. 18 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അലവിലൊക്കെ ചെയ്തോണ്ടില്ല. ഗിയർ വരെ മാറണ്ടെന്ന് പറഞ്ഞത്. ആവശ്യക്കാർ കയറി നിന്നാ മതി. ഓട്ടോമാറ്റിക്. അതെ. എത്ര ഓടിക്കണമെന്നാല്? ഇത് ഓട്ടം 1 മേലെ ഒന്നിന്റെ മേലെ ഏതായാലും ഉണ്ടാവില്ല. ഉണ്ടാവില്ലേ? ഓട്ടോമാറ്റിക് 29,000. അത്ര 29,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആട്ടാ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അത് നമ്മള് ഗ്യാരണ്ടി ആയിരുന്നില്ല. നിങ്ങളെ പേര് കൂടി മാറിയിട്ടില്ല. ആരും മാറിയിട്ടില്ല. മാറാൻ ഒഴിവിട്ടില്ല. ഓട്ടോമാറ്റിക് ഡിയാകാണ്. മാക്സിമം ലോണും അലവില് കാര്യങ്ങളൊക്കെ നല്ല ലോങ് കയറും. നല്ല ലോങ് കയറും. എത്ര വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് ചോദിക്കും? ഇത് നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000 രൂപ ടാക്സിന്റെ റെഡി. ഓട്ടോമാറ്റിക് കൊടുക്കും. ഓട്ടോമാറ്റിക് 2.5 ലോണും ചെയ്ത് കൊടുക്കാം. വെറും 16 രൂപ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം. ആവശ്യക്കാർ പറ്റേ അത് ഒരു പേടിയും മേടിച്ചാൽ നമ്മളൊക്കെ സെറ്റ് ആയി കൊടുക്കും. ധൈര്യമായിട്ട് വരും. 2.5 രൂപയ്ക്ക് നമുക്ക് 2,60,000 നമ്മൾ ചോദിക്കുന്നത്. 2.5 ലോൺ കയറ്റി കൊടുക്കാല്ലേ? അടുത്ത വണ്ടി മാരുതി എക്സ്പ്രസ് ആണല്ലോ. 2023 മോഡൽ എക്സ്പ്രസ് ആണ്. 22 മോഡല് 23 രജിസ്ട്രേഷൻ VXI പ്ലസ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ മാരുതിന്റെ ഒരു എക്സ്യൂവില്. 13 ഓടിയിട്ടുള്ളൂ. 13,000 ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? അതും ചോപ്പ് കളറല്ലേ? അതെ, കടും ചോപ്പ്. ZXI പ്ലസ് ഇട്ടാ. ZXI പ്ലസിലെ ഏറ്റവും ടോപ്പ് മോഡല്. 13,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലെ? അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. ബാക്കിലെ കവർ വരെ പൊട്ടിച്ചിട്ടില്ല. അത് നമ്മൾ പറയണ്ടേ? ഷോറൂം തന്നെ ഇറക്കണം. ആ കണ്ടീഷനിൽ വണ്ടി. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എടുക്കുന്നവർക്ക് പണികളൊന്നും ഇല്ല. ഇസ്റ്ററൊക്കെ ഇല്ല, ഫുള്ള് കറക്റ്റ് 13 ഇതുള്ളതാണ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? എത്ര നമ്മള്? ഇത് ഫൈനലി നമുക്ക് 4,20,000 രൂപ കൊടുക്കാം. 4,20,000 രൂപയ്ക്ക് എക്സ്പ്രസ് കൊടുക്കാൻ മാരുതിന്റെ 13,000 ഓടിയിട്ടുള്ളൂ. 4,00,000 രൂപ ലോൺ കയറും. വേറെ 20,000 മുടക്കിൽ എക്സ്പ്രസ് കൊടുക്കാം. ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും. പ്രൊഫൈലൊക്കെ ഫുൾ ഓൺ തന്നെ കയറൂലേ? ആവശ്യക്കാരെ പേടി മേടിച്ചിട്ടുണ്ടല്ലേ? അടുത്തോടെ നിസാന്റെ മൈക്ര 2012 XV ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരട്ടാ. 12 മോഡൽ XV ആണില്ലേ? ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ. എറണാകുളം രജിസ്ട്രേഷൻ ആണ്. അതെ. അലൈവീല് കുലൈവീല് 4 പുത്തൻ ടയറ്. എല്ലാ പരിപാടി ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. നല്ല വണ്ടിയാണ്. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടോ ഒരു 1,20 22 ഓടിക്കണുണ്ട്. ആ ലെവലിലാണ് ഓടിക്കണത്. 1,20? 1,20 ആണ് ഇപ്പൊ നിലവിൽ ഓടിക്കുന്നത്. അടിപൊളി സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൂടെ ഉഷാറല്ലേ? അതെ അതെ. 3ാമത്തെ ഓണറാണ്. 3ാമത്തെ ഓണർഷിപ്പിലാണ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ആ പരിപാടി ഇല്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു. അതെ. അങ്ങനെയൊക്കെയാണ്. എത്ര മൈക്രോക്ക് നമ്മൾ ചോദിക്കും? മൈക്രോക്ക് നമ്മൾ 2 രൂപയാണ് ചോദ്യം. നമുക്കൊരു വന്നാൽ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ചോദിക്കും. 2 ലക്ഷം ചോദിച്ചാണ്ട് കുറച്ച് കൊടുക്കും അല്ലേ? ലോൺ എത്ര കയറും? ലോണ് നമുക്കൊരു 1.5 രൂപയൊക്കെ ലോൺ കയറ്റാം. ലോൺ കയറ്റി കൊടുക്കാം. ഒരു 50,000 മുടക്കിൽ വണ്ടി ഇറക്കാം. നമുക്ക് ഒരു 85 ലെവലിലൊക്കെ കൊടുക്കാം. പിന്നെ കുറച്ചു. പിന്നെ 1,85,000 രൂപ കൊടുക്കാം. വണ്ടി കൊടുക്കാം. ഞാൻ കുറക്കാതിരിക്കാനോ കുറക്കാൻ ചിലപ്പോ നമ്മളാ കടി പോകും. അതെ. 20 മേലെ മൈലേജ് കിട്ടൂലേ? 20 മേലെ എന്തായാലും കിട്ടും. അതെ. നമുക്ക് അടുത്ത വണ്ടി നാനോ. ഇത് 2015 16 ടിസ്റ്റ്
15 മോളിൽ 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. രജിസ്ട്രേഷൻ ടിസ്റ്റ് ആണല്ലേ? AC പവർ സ്റ്റാറിംഗ് 2 വിൻഡോ, 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. അതെ അതെ. ഡിക്കൊക്കെ ഓപ്പൺ ആണല്ലേ? ഡിക്ക് ഓപ്പൺ. അതെ. എത്ര ഓടിക്കണെന്നാല്? ഓട്ടം ഇത് ഒന്നിന്റെ താഴത്ത് ഓടിയിട്ടുള്ളൂ, ചെറിയ ഓട്ടം ഉള്ളൂ. ഒന്നിനകത്ത് ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3. 3 നിലവിലുള്ള? അതെ. ഇത് 88 ഓട്ടട്ടാ. 78,000 ഓടിക്കുന്നുണ്ട്. അതെ. കറക്റ്റ് ഓട്ടാണല്ലേ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതെ. അങ്ങനെ കാണി എത്ര നാനൊക്കെ നമ്മൾ ചോദിക്കുന്നത്? ഞാനൊക്കെ ഇത് നമുക്ക് 98 രൂപ കൊടുക്കാം. 98 രൂപയ്ക്ക് നാന കൊടുക്കാം. 15-16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. എല്ലാം ഡിക്കൊക്കെ ഓപ്പൺ ഉള്ള വണ്ടി. ആശക്കാർ പഠിക്കണം. ലോൺ കയറോ? ലോൺ ഞാനും എവിടെ നിന്ന് കയറുന്നു ഇല്ലല്ലേ? റെഡി ആയിക്ക് വണ്ടി മൈലേജും കിട്ടും. അതെ അതെ. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് വാഗണറല്ലേ? അതും ഗ്രേ കളർ ആണ്. 2021 മോഡൽ 1.2 ഇഞ്ച് ഇത് വരുന്നത്. 1200 cc വരുന്ന എഞ്ചിന്. KL 55 50-56 നമ്പർ ഉണ്ട്. അതെ അതെ അതെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതേതോ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷന് VXI ആയിരിക്കും. VXI അല്ലേ? VXI ഫുൾ ഓപ്ഷൻ. VXI അല്ലേ? VXI അവിടെ കാണില്ല. VXI അല്ലേ? VXI. അതെ. ZXI നല്ലല്ലോ? അല്ലല്ല, VXI. നല്ല വൃത്തിലുണ്ടല്ലേ? അതെ, വൃത്തിയുള്ള വണ്ടി. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 70,000 ഓടിയിട്ടുള്ളൂ. 70,000 ആകെ ഓടിയിട്ടുള്ളൂ. അടിപൊളി സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? അതെ അതെ. 70,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സർവീസ് കാര്യങ്ങള് ഒക്കെ ഉണ്ടല്ലേ? അതെ അതെ. 21 മോഡലാണല്ലേ? 21 1.2 നല്ല പുത്തൻ ടയർ. അതെ, കടുപുത്തൻ ടയർ 4 ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊടുക്കാം. നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി. അതെ. ഇന്ന് അങ്ങനെ കാണി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? ഇത് 4,80,000 രൂപ. 4,80,000 രൂപയ്ക്ക് 21 മോഡല് വാഗണർ കൊടുക്കാം. അതും VXI VXI പ്ലസ് ആണ്. VXI പ്ലസ് ആക്കുമല്ലേ? ഫുൾ ഓൺ പരമാവധി കയറ്റി ഓർക്ക് കിട്ടുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓര് വന്നാൽ മാത്രം മതിലേ? അതാണ് ലോണല്ലേ? അതാണ് 10 രൂപ എന്തായാലും മൈലേജും കിട്ടും. അതാണ്. നമുക്ക് അടുത്ത വണ്ടി പോളല്ലേ? പോളോ ഹൈലൈൻ ഇട്ട 2012 മോള് ഹൈലൈൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല സ്കാറ്റിങ്, നല്ല പുത്തൻ ടയർ. എന്താ നോക്ക ഇതിനുള്ളില് എല്ലാം ചെയ്തോണ്ടില്ല. ദത്തത് മുതല് സീറ്റ് കാര്യങ്ങളൊക്കെ ദമ്മായില്ലേ? നല്ല വണ്ടി. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.30 1.20 ഓടിക്കണം. ആ ലെവലിലാണ് ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3 നിലവിലുള്ളല്ലേ? അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല വണ്ടിയാണ്. റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനത്തെ മാഞ്ഞാളങ്ങളൊന്നും ഇല്ലല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? എടുക്കുന്ന കഷ്ട പണികളൊന്നും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ അതെ. ഡീസലാണ് പെരും മൈലേജ് ഒക്കെ. അത് 2.30 നമുക്ക് കൊടുക്കേണ്ടത് ഫൈനല്. 2,30,000 രൂപയ്ക്ക് പോളോ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ 2,30,000 രൂപയ്ക്ക് പോളോ ഹൈലൈന് ഡീസൽ ലോൺ കയറ്റ ചെറിയ ഇതൊക്കെ ചെറിയ മട്ടത്തിൽ നമ്മൾ കയറ്റി കൊടുക്കും. ആവശ്യക്കാർ പറ്റല്ലേ? അതാണ്. അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് A-Star ഓട്ടോമാറ്റിക് AT ഗിയർ ബോക്സ് തന്നെ കേട്ടാ. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് AT ബാക്ക് ഇറങ്ങാത്ത ഗിയർ ബോക്സ്. അല്ല AT ഗിയർ ബോക്സ് ബാക്ക് ഇത് ഇറങ്ങൂല. 2010 ആണ്. 30 വരെ പേപ്പർ ഉണ്ട്. 30-31 വരെ പേപ്പർ ഉണ്ട്. 90 ഓട്ടം ഉണ്ട്. സിംഗിൾ ഓണർ ആട്ടാ. സിംഗിൾ ഓണർഷിപ്പ് ഒറ്റ ആളും ഓട്ടോമാറ്റിക്. KL 11 VXI ഓട്ടോമാറ്റിക് AT ഗിയർ ബോക്സ് ഉള്ള AMT അല്ല AT അങ്ങനെ പറയല്ലേ? സീറ്റ് കാര്യങ്ങൾ കമ്പനി അതേമാതിരി ടയർ കാര്യങ്ങൾ അതുണ്ട്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? നമുക്ക് 2.10 ചോദ്യം. 2.10 ഓട്ടോമാറ്റിക് ചോദിക്കുന്നത്. 31 വരെ പേപ്പറിലുണ്ട്. അതെ അതെ. കുറച്ചും കൊടുക്കാം. എണ്ണ അടിക്കാനുള്ള കാര്യമൊക്കെ നമുക്ക് കുറച്ചും കൊടുക്കാം. ലോൺ കയറും. ലോണ് 2019 നമ്മള് ശ്രീറാമ് കയറ്റി കൊടുക്കാം. അതും നമ്മളെ പരിധിയിലുള്ള അത്ര ഉള്ളു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സെറ്റപ്പിൽ അവര് ചെയ്തോട്ടെ. ചെയ്യലല്ലേ? അതാണ് പറയണ്ടല്ലേ? ആവശ്യക്കാര് പറ്റല്ലേ? അതെ. നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. അടുത്ത വണ്ടി ഇന്നോവ. ഇത് 2013 G4. 13 മോള് G4 ഇന്റർകൂളർ ആട്ടാ. നമ്പറായ വണ്ടി നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ആക്കിയിട്ട് കേരള നമ്പറായിട്ട് കൊടുക്കും. നമ്പറായി കൊടുക്കും. എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടം എന്ന് പറഞ്ഞാല് 2.80 സെക്കൻഡ് ഓണർ വണ്ടി ആട്ടാ.
തിരിച്ചിലും മറിച്ചിലൊന്നും ഒന്നുമില്ല, നല്ല ബോഡി കോട്ടില്ല വണ്ടി. നല്ല വൃത്തിലുണ്ടല്ലേ? നല്ല വെള്ള കളറാണ്, വെള്ള കളറിന്റെ മാത്രമേ ബോഡി കോട്ടി ഒക്കെ ചെയ്യുന്നത്. നല്ല ഉഷാറാണല്ലേ? ഓ, നല്ല വൃത്തിലുണ്ടല്ലേ? നല്ല ബോഡിയാണ്. എടുക്കുന്നവർക്ക് പണികളൊന്നും എടുക്കണ്ടല്ലേ? ഒന്നും എടുക്കണ്ട. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള നിലവില്. റീപ്ലേസ് കാര്യങ്ങൾ റീപ്ലേസ് മെയിൻ ക്ലാസ് അവിടുന്ന് വരുമ്പോ ഉണ്ടാകണാണ്. ഉള്ള വണ്ടിയാണല്ലോ. വേറെ മേജർ കാര്യങ്ങളൊന്നും മേജർ കാര്യമൊന്നുമില്ല. 8 സീറ്റ് വണ്ടിയാ വരുന്നത്. 8 സീറ്റ് ഇട്ടാ. അതെ, നല്ല വൃത്തിലുണ്ടല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? അതെ അതെ, എല്ലാം ഉണ്ട്. അങ്ങനെ കാണി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കും? നമ്പർ ആക്കിയിട്ട് നമുക്ക് 6.45 കൊടുക്കാം. എത്ര മോഡലാണ്? 2013-14 റേസറുള്ള 13-14 രജിസ്ട്രേഷൻ ഉള്ള ഇന്റർകൂളർ കേരള നമ്പർ ആക്കിയിട്ട് നമ്മളായിട്ട് 6.45 കൊടുക്കാം. 6.45 കൊടുക്കും. 6.4. ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു മാക്സിമം 1 ലക്ഷം മുടക്കിലാകുമോ? അതൊക്കെ മാക്സിമം നോക്കല്ലേ? ചിലപ്പോ ഫുള്ള് ലോണും കിട്ടും. ഫുള്ള് കയറുമോ? ചിലപ്പോ കയറും. പ്രൊഫൈല മെയിൻ ആയിട്ട് പറഞ്ഞില്ല. 10-12 ലെവലില് 13 ലെവലിൽ അതെ, നമ്പറായ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഫുൾ ലോൺ കയറാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അതേ മാർക്ക് തന്നെ വീണ്ടും ഇന്നോവ ആണല്ലോ. ഇത് 2015 വണ്ടി. 15 മോഡൽ ഇന്നോവ. ഇന്റർകൂളർ അല്ലട്ടത്, സാധനം ഇന്റർകൂളർ അല്ല, സാധാ ഇന്നോവ ആണല്ലേ? കേരള വണ്ടിയാ? അല്ല, നമ്പർ ആക്കിയിട്ട് കൊടുക്കാം നമുക്ക്. ഇത് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. അതെ അതെ, ഇന്റർകൂളർ അല്ലാന്നുള്ളൂ അല്ലേ? അത് സിൽവർ കളർ അല്ലേ? സിൽവർ നല്ല വണ്ടി കേട്ടോ, നല്ല വൃത്തിയുള്ള കിടിലം വണ്ടി അല്ലേ? 2015 വണ്ടിയാണ്. 15 മോഡലാണല്ലേ? ഇത് ഓപ്ഷൻ വരുന്നത് ഇത് G4 ആണ്. ഓ, ഏതാ പച്ച കളർ അല്ലേ? ഇത് സെക്കൻഡ് ഓർഡർ വണ്ടി കേട്ടാ. സീറ്റൊക്കെ ഫുൾ പച്ചല്ലേ? അതെ അതെ, കൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. 8 സീറ്റ് വണ്ടി വരുന്നില്ലേ? അത് ഷാർട്ട് ആവൂല. 8 സീറ്റ് വണ്ടി വരുന്നില്ല? 8 സീറ്റ്. ഇപ്പൊ റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട്, അത് അവിടെ വരുമ്പോഴാണ്. അതെ, വേറെ മേജർ കാര്യങ്ങളൊന്നും വേറെ മേജറും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? നമ്മൾ നമ്പർ ആക്കിയാണ്ട് നമുക്ക് 7.45 കൊടുക്കാം. 7.25 ലക്ഷം രൂപ കേരള നമ്പർ ആക്കിയിട്ട് വണ്ടി കൊടുക്കും. അതെ, 15 മോഡല്. ഇനി കുറച്ചും കൊടുക്കാം. ലോൺ കയറോ? ലോൺ കയറാതെ 1 ലക്ഷം മുടക്കിലൊക്കെ ചെയ്യാം, മാക്സിമം പരമാവധി ചെയ്ത് കൊടുക്കാം. പ്രൊഫൈല മെയിൻ ആയിട്ട് പറഞ്ഞില്ല? അതെ. അതേ മാർക്ക് തന്നെ ടയോട്ടന്റെ സഡാ വണ്ടികളാ. ലീവ് ആണല്ലേ? ഇത് ലീവ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2016 ലീവ GD ഒറിജിനൽ കേരള 70,000 ഓടിയ വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്? ഒറിജിനൽ കേരള GD ആണല്ലേ? GD. ഒറിജിനൽ കേരള എത്ര? 70,000 ഓടിയിട്ടുള്ളൂ. അലവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വണ്ടിയില്ലേ? അതെ, നല്ല വൃത്തിലുണ്ടല്ലേ? അതെ. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലല്ലേ? നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. നല്ല വണ്ടിയാണ്. GD SP ആണ്. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ. അതെ. അഡീഷണൽ അലവില് എല്ലാം കൂടെ ഉഷാറല്ലേ? അതെ. അങ്ങനെ കാണി എത്രയാണ് ഈ ലീവൊക്കെ നമ്മൾ ചോദിക്കുന്നത്? ലീവൊക്കെ നമുക്ക് ചോദിക്കണത് ഒന്ന് സ്റ്റില്ലേ. എത്ര നമ്മള്? നമുക്ക് 5.45 കൊടുക്കാം. 5,75,000 ചോദിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൊടുക്കും. ചെറിയ മട്ടില്ല, ഡീസൽ കായി ഓർക്കാം നമുക്ക്. അതെ, ഇനി ലോണൊക്കെ ആണെങ്കിലോ? ടോപ്പ് വണ്ടി ഇട്ടത് ഒറിജിനൽ കേരള വണ്ടി 70,000 ഓടിയ വണ്ടിയില്ല? അതെ. അതും ഡീസൽ. ഇനി ലോൺ എത്ര കയറുമ്പോ? ലോൺ നമുക്ക് പരമാവധി കയറ്റി കൊടുക്കാം. ഒരു 50,000 മുടക്കിലൊക്കെ അങ്ങനെ കൊടുക്കാം. നോക്കാം നമുക്കില്ലേ? പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? അതെ. അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറുവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കടഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നമുക്ക് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുക്കണം.